ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിന്റെ ഏറ്റവും അവസാനത്തെ നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പേടകത്തെ കരയിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. റിക്കവറി ഷിപ്പ് ഉപയോഗിച്ചാണ് പേടകത്തെ കരയിലേക്ക് മാറ്റുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാകും പേടകത്തിലുള്ള അംഗങ്ങളെ പുറത്തിറക്കുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. അതിനൊക്കെ തന്നെയുള്ള നിർണായകമായ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷത്തിലൂടെ കടന്നു പോകുന്നു. ഭാരതത്തിന്റെ ബഹിരാകാശ സഞ്ചാരി ശിവാംശി ശുക്ല അതിനകത്ത് ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ISROയുടെ നിർണായകമായ 3 പരീക്ഷണങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മറ്റ് നടപടികളൊക്കെ തന്നെയാണ് ഇനി കാത്തിരിക്കുന്നത്. ആ ഒരു പരീക്ഷണങ്ങളുടെയൊക്കെ തന്നെ ഫലം എന്താണ്, അതിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ സംബന്ധിച്ചൊക്കെ തന്നെയും കാത്തിരിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു പേടകത്തെ കരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം അത് കരയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ ഒരു കൂടുതൽ ദൃശ്യങ്ങൾ നമുക്കിനി ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കപ്പലിലെ അടുത്ത സെക്ഷനിലേക്ക് ഈ ഒരു പേടകത്തെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഐസൻ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പേടകത്തെ ആ ഒരു ഷിപ്പിൽ നിന്നും അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ആ ഒരു പ്ലാറ്റ്ഫോം വലിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം കാണുന്നുണ്ട്. ഇവിടെ എത്തിയതിനു ശേഷമാകും ഒരുപക്ഷെ ഇനി പുറത്തിറക്കുക എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഈ കപ്പലിൻ്റെ ബഹിരാകാശ ആ ഒരു കോറിഡോർ പോലെ അല്ലെങ്കിൽ ഒരു വരാന്ത പോലെ കാണുന്ന പ്രദേശത്ത് കൃത്യമായത് മൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ബഹിരാകാശ പേടകം കൊണ്ടുവന്ന് നിർത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഹാച്ച് ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം, ഹാച്ച് ഓപ്പണിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അദ്ദേഹം ഈ ബഹിരാകാശ പേടകത്തിന് മുകളിലേക്ക് കയറി അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ നിൽക്കുന്ന, അതായത് ഈ 3 പേർ നിൽക്കുന്നുണ്ട്. ആ 3 പേർ നിൽക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു എൻട്രി കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ എൻട്രിയിൽ വളരെ കൃത്യമായി ഒരു വാതിലുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വാതിലുണ്ട്. ഈ വാതിലാണ് തുറക്കുക. 2 ഘട്ടങ്ങളായുള്ള ഈ വാതിൽ തുറക്കുകയും ആ വാതിൽ തുറക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വാതിൽ തുറക്കുന്നതിൻ്റെ ഭാഗമായി അതിന് മുകളിലുണ്ടായിരുന്ന റോപ്പ് മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ബഹിരാകാശ പേടകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി ഉറപ്പാക്കിയതിന് ശേഷം അതിൻ്റെ ചുറ്റുമുള്ള തടസ്സങ്ങളായി നിന്ന റോപ്പുകളെല്ലാം തന്നെ മാറ്റിയതിന് ശേഷം അതിന് മുകളിലുള്ള ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് കൃത്യത ഉറപ്പാക്കിക്കൊണ്ട് ആ സുരക്ഷാ വാതിൽ, ഇപ്പോൾ ആ വാതിൽ തുറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാതിൽ തുറക്കുകയാണ്. ഇതിനകത്താണ് ശുഭാംശു ശുക്ലയും നേരത്തെ സൂചിപ്പിച്ച 4 പേരുമുള്ളത്. ഈ വാതിൽ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉള്ള ഓരോരോ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രശ്നങ്ങൾ അതിൽ കാണാനുണ്ട് എങ്കിൽ കൂടി അത് പ്രാഥമികമായി അതുമെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുകയും അത് പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ പെഗി വിറ്റ്സൺ ആയിരിക്കും പുറത്തിറങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ശുഭാംശു ശുക്ലയും പിന്നീട് ഓരോരുത്തരായി പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബഹിരാകാശ പേടകത്തിൻ്റെ വാതിൽ അല്പസമയം, ഈ കാണുന്ന വാതിൽ തന്നെയാണ് അല്പസമയത്തിനകം തുറക്കുക. തുറന്നതിന് ശേഷം ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിൽ ഒരാൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയും സുരക്ഷിതമായി ഓരോ ബഹിരാകാശ യാത്രികരെയും പുറത്തു കൊണ്ടുവരികയുമാണ് ചെയ്യുക. ഈ പുറത്തു കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കുമെന്നതാണ് ഏറെ കൗതുകകരമായൊരു കാര്യം. ഇപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതായത് വീഴ്ചകൾ വരാതെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ സുരക്ഷിതമായി ഇവരെ പുറത്തിറക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഓരോരോ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ബഹിരാകാശ പേടകത്തിൻ്റെ അടച്ച വാതിലിൻ്റെ ഏറ്റവും പുറമേയുള്ള ഹാച്ച് തുറക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ഹാച്ച് ഹാച്ച് തുറന്നിരിക്കുന്നു. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൻ്റെ അന്ന് അവർ പ്രവേശിച്ചതിന് ശേഷം അടച്ച ഹാച്ച് ഇപ്പോൾ തുറന്നിരിക്കുന്നു. അതിനകത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി പ്രവേശിക്കുന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രവേശിച്ചതിന് ശേഷം ആ വഴികളിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടോ എന്ന് പരിശോധിക്കും. ആ സാങ്കേതിക തകരാറുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം സുരക്ഷിതമായി ഇവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇനി അടുത്ത നടപടി. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശ പേടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു. അതിനകത്തുള്ള പല വാതിലുകളുണ്ട്. 1-2 വാതിലുകളുണ്ട്, 1-2 ഹാച്ചുകളുണ്ട്, ഹാച്ച് ഫ്രെയിമുകളുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി അതിൻ്റെ ഓരോരോ ഘടകങ്ങൾ കൃത്യമായി ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് സുരക്ഷിതമായ ഇവരുടെ യാത്ര ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, ഇത്തരത്തിൽ ബഹിരാകാശ യാത്രികൾ ആദ്യം ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെഗ്ഗി ആയിരിക്കും പുറത്തേക്ക് വരിക എന്നാണ് നമുക്ക് നേരത്തെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ബഹിരാകാശ സഞ്ചാരിയും മിഷൻ കമാൻഡൻറ്റുമായ പെഗ്ഗി വിറ്റ്സൺ ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരിക. പെഗ്ഗി വിറ്റ്സൺ ആദ്യം പുറത്തേക്ക് വന്നതിന് ശേഷം അടുത്തുള്ള ഓരോരുത്തരായി പുറത്തു വരികയും ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് ഘടിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഓരോരോ നടപടികൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആദ്യം പെഗ്ഗി വിറ്റ്സൺ പുറത്തേക്ക് വരും. അതിനുശേഷം ശുഭാംശു ശുക്ല പുറത്തേക്ക് വരും. മൂന്നാമതായി ആരാണ് പുറത്തേക്ക് വരിക എന്നതുള്ള
എന്നതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഇവർ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, അതായത് പെഗി വിറ്റ്സന് ശേഷം പുറത്തു വരുന്ന വ്യക്തിയെയാണ് ഭാരതത്തിലെ 142 കോടി ജനത കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സമൂഹം കാത്തിരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായൊരു കാര്യം. അതുതന്നെ ഭാരതത്തിൻ്റെ വലിയൊരു ദൗത്യം പൂർത്തിയായതിന് ശേഷം, അതായത് ഭാരതം കാണുന്ന, ലക്ഷ്യം വയ്ക്കുന്ന, ഭാരതം സ്വപ്നം കാണുന്ന ബഹിരാകാശ രംഗത്തെ വലിയ നേട്ടങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോയ രണ്ടാമത്തെ വ്യക്തി, അതുപോലെ തന്നെ ബഹിരാകാശത്തെത്തിയതിന് ശേഷം ബഹിരാകാശത്ത് ദീർഘകാലം തുടർന്ന വ്യക്തി എന്ന റെക്കോർഡ്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ ഭാരതത്തിൻ്റെ സ്വന്തം ഒരു പൗരൻ എന്ന രീതിയിലൊക്കെ തന്നെ നിരവധിയായ വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് ശുഭാൻഷു. അല്പസമയത്തിനകം, ഈ നിമിഷങ്ങൾക്കകം അദ്ദേഹം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തോട് സംസാരിക്കുകയും ചെയ്യുക. ഈ സമൂഹത്തോട് ഏറ്റവും വലിയ കഥകളാണ് ആ ദൃശ്യങ്ങൾക്ക് തന്നെ പറയാനുള്ളത്. കാരണം ഈ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രവും ഏറ്റവും വ്യത്യസ്തമായ റെക്കോർഡുകളും സ്ഥാപിച്ചതിന് ശേഷമുള്ള വ്യക്തികളാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിനകത്തേക്ക് ആദ്യഘട്ടത്തിൽ പ്രവേശിച്ച റെസ്ക്യൂ ഓപ്പറേറ്റർ സുരക്ഷിതമായി പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനർത്ഥം തന്നെ ഈ വരുന്ന പാതകളെല്ലാം തന്നെ സുരക്ഷിതമാണ്. ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി പുറത്തിറക്കാൻ സാധ്യമാകുന്ന അവസ്ഥ ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ഓരോരോ ബഹിരാകാശ യാത്രികനും പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ഘട്ടമാണ് പുരോഗമിക്കുന്നത്. ആക്സിയം 4 ദൗത്യം മിഷൻ, ആ പേടകത്തിൽ നിന്നുള്ള ദൗത്യ സംഘങ്ങളെ ഇപ്പോൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നിർണായകമായ ഒരു ഘട്ടം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഐസൻ സൂചിപ്പിച്ചതുപോലെ അധികം എളുപ്പമല്ല ഇനിയുള്ള നടപടികൾ എന്നുള്ളതാണ്. കാരണം ഇതിനൊക്കെ ഓരോ കൃത്യമായി ആ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവരെ കൃത്യമായി സ്ട്രക്ചറിലൂടെ ആയിരിക്കാം പുറത്തേക്ക് കൊണ്ടുവരിക, മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം സീറോ ഗ്രാവിറ്റിയിൽ നിന്നും അവർ ഭൂമിയിലെ ഗ്രാവിറ്റി പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിനായുള്ള ഒരു ഘട്ടമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇവരെ പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ്. എന്നിരുന്നാൽ കൂടി മൈസൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള നിമിഷങ്ങളാണ് ഏറെ നിർണായകമാവുന്നത്. ഇവരെ സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കുക, മറ്റ് പരിശോധനകൾ, അവരുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എന്തായാലും അവർ കുറച്ചുനാൾ ക്വാറന്റൈനിലായിരിക്കും. അതിനുശേഷമായിരിക്കും അവർ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയും അവരുടെ പ്രതികരണങ്ങളൊക്കെയും പങ്കുവെക്കുക എന്നറിയാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഒരു ദൗത്യം, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഘട്ടം, അത് എത്രത്തോളം നിർണായകമാണ്? ഐസൻ, കേൾക്കാമെങ്കിൽ നിലവിൽ ഈ ദൗത്യ സംഘങ്ങളെ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവരെ ആദ്യം ആരായിരിക്കും പുറത്തു വരിക എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. എന്തായാലും ഈ ഒരു ദൗത്യത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കും പുറത്തേക്ക് ആദ്യം വരിക. എന്നതിന് ശേഷമായിരിക്കും ശുഭാംശു അടക്കമുള്ള മറ്റുള്ളവരെ കൂടി പുറത്തേക്ക് ഇറക്കുക. അങ്ങനെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും പെഗ്ഗി വിറ്റ്സനാണ് ആദ്യം പുറത്തു വരിക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെഗ്ഗി വിറ്റ്സന് ശേഷം ശുഭാൻഷു ശുക്ല രണ്ടാമതായി പുറത്തു വരും. ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനകം നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ നീല വസ്ത്രം ധരിച്ച ക്യാമറാമാൻ്റെ ദൃശ്യങ്ങൾ. അതായത് ബഹിരാകാശ പേടകത്തിനകത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ബഹിരാകാശ പേടകത്തിനകത്ത് നമുക്ക് ആ ബഹിരാകാശ യാത്രികർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബഹിരാകാശ യാത്രികർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് ക്യാമറാമാൻ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. ഇവരെ ഓരോരുത്തരായി പുറത്തിറക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ അല്പസമയം മുമ്പ്, സെക്കൻഡുകൾക്ക് മുമ്പാണ് ഈ ബഹിരാകാശ പേടകത്തിനകത്ത് അവർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചത്. ആ ബഹിരാകാശ യാത്രികർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ബഹിരാകാശ യാത്രികരെ ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അവരെ ആ സീറ്റിൽ നിന്നും മാറ്റുന്നതും, ആ സീറ്റിൽ നിന്ന് മാറ്റിയതിന് ശേഷം അവരെ ഓരോരുത്തരായി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, ആ സീറ്റിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം, അതായത് ഇപ്പോൾ സ്ലൈഡിംഗ് പ്ലാറ്റ്ഫോം എല്ലാം തന്നെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിലൂടെയാണ് ഈ ബഹിരാകാശ യാത്രികരെ ഓരോരുത്തരായി പുറത്തേക്ക് കൊണ്ടുവരിക. അത്തരത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ആദ്യ ബഹിരാകാശ യാത്രികൻ ആക്സിയോം 4 ദൗത്യത്തിലെ ആദ്യ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ പുറത്തേക്ക് വരുമെന്നാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. സുരക്ഷിതമായ ട്രാക്കുകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു, ഹാച്ചുകൾ തുറന്നിരിക്കുന്നു. അതിനകത്തേക്ക് കൃത്യമായ അതിനകത്തുള്ള ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ആക്സിയോം 4 ദൗത്യത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. നിമിഷങ്ങൾക്കകം തന്നെ പെഗ്ഗി വിറ്റ്സൺ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ
നമുക്ക് കാണാനും സാധിക്കും വിഷ്ണു. അതിനുശേഷമായിരിക്കും ശുഭാൻഷു ശുക്ല വരിക. ശുഭാൻഷു ശുക്ലയുടെ വരവിനെയാണ് കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രം. അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിനെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിമിഷങ്ങൾക്കകം ആദ്യം പെഗി വിറ്റ്സൺ വരും. പിന്നീട് ഒന്നോ രണ്ടോ നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അടുത്തയാൾ പുറത്തേക്ക് വരും. ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നതിനുള്ള പ്ലാറ്റ്ഫോം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും ഇനിയും ചില ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം കൂടുതൽ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു. അതിനകത്തേക്ക് കൃത്യമായി സൂം ചെയ്ത് ഒരു ക്യാമറാമാൻ ഷൂട്ട് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ കണ്ടിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണാനും സാധിക്കും. അത്തരത്തിൽ ഒന്നൊന്നായുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതിന് പുറമെ പെഗി വിറ്റ്സൺ പുറത്തേക്ക് വരുന്ന ദൃശ്യം കാണാൻ സാധിക്കും. അതിന് തൊട്ടു പിന്നാലെ ചരിത്രത്തിൽ നമ്മളുടെ അഭിമാനമായി മാറിയ, ഭാരതത്തിൻ്റെ അഭിമാനമായി മാറിയ ശുഭാൻഷു ശുക്ലയുടെ ആ വരവും നമുക്ക് കാണാൻ സാധിക്കും. ഏറെ കൗതുകത്തോടെ എല്ലാവരും, നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന് മാത്രമല്ല ലോകം മുഴുവനുമുള്ള ജനം കാത്തിരിക്കുന്ന ആ വലിയ സന്ദർഭത്തിന് സാക്ഷിയാവാൻ പോവുകയാണ്. ലോകത്തിൽ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയൊരു ദൗത്യത്തിന് ഭാരതീയരെല്ലാവരും തന്നെ കൗതുകത്തോടെയും ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. ആ ദൗത്യത്തിനെ കാത്തിരിക്കുകയാണ്, ആ ദൗത്യത്തിൻ്റെ ആ വലിയ വിജയത്തെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അല്പസമയത്തിനകം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നിമിഷങ്ങൾക്കകം ആദ്യ ബഹിരാകാശ യാത്രികനെ പുറത്തിറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ ബഹിരാകാശ യാത്രികനെ പുറത്തിറക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ. അത് അമേരിക്കയുടെ പെഗി വിറ്റ്സനാണ്. അതിനുശേഷം രണ്ടാമതായി ശുഭാൻഷു ശുക്ല, ഭാരതത്തിൻ്റെ അഭിമാനമായ, ഭാരതത്തിൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികൻ എന്നതിനപ്പുറം ഭാരതത്തിൻ്റെ ആദ്യ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഭാരതീയൻ എന്ന ഖ്യാതി കൂടിയുള്ള മഹത് വ്യക്തിത്വമായ ശുഭാൻഷു ശുക്ല ഇപ്പോൾ പുറത്തേക്ക് വരും. അതിന് ശേഷം പുറത്തേക്ക് വരും. അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയൊരു ജീവിതാനുഭവം അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുണ്ട്. ആ വലിയ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ ഈ 18 ദിവസത്തെ ബഹിരാകാശത്തെ ജീവിതം ആയിരക്കണക്കിന് വർഷത്തെ ഭൂമിയിലെ ജീവിതത്തിന് തുല്യമാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ഓരോ നിമിഷവും ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അവർക്കവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഭൂമിയിലുള്ള ബഹിരാകാശത്തുള്ളപ്പോൾ ഭൂമിയിൽ പ്രധാനമന്ത്രിയുമായി ഉൾപ്പെടെ സംബന്ധിച്ചപ്പോൾ എല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകതകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഏറ്റവും സുപ്രധാനമായൊരു പ്രത്യേകതയായി എടുത്തു പറഞ്ഞത് വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക അസാധ്യമായ ഒരവസ്ഥ. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്ന ക്യാമറയുടെ മുന്നിൽ നിന്നും മുകളിലേക്കോ താഴേക്കോ പറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി കാലുകൾ ബന്ധിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയോട് പറയുകയും ഏറെ കൗതുകത്തോടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പോലും അത് കേൾക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം, ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിയപ്പോൾ. ഇതാ ആദ്യ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെഗി വിറ്റ്സന് ശേഷമായിരിക്കും പെഗി വിറ്റ്സൻ്റെ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പെഗി വിറ്റ്സൺ ആദ്യ ബഹിരാകാശ യാത്രിക, വാക്സിയം 4ൻ്റെ ആദ്യ തിരിച്ചു വരുന്ന ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ ഇപ്പോൾ ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അവരെ 4 പേരുടെ സഹായത്തോടെ ഇതാ നടക്കുന്നു. അവർ ചെറിയ തോതിൽ നടക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അവർ വീൽ ചെയറിലല്ല എന്ന അത്ഭുതം കൂടി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും കൂടുതൽ ഭാരതീയരെല്ലാം തന്നെ കാത്തിരുന്ന വലിയ വിശേഷാവസരം, അല്ലെങ്കിൽ ആ ശ്രേഷ്ഠമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുക. ആ ശ്രേഷ്ഠമായ ദൃശ്യം, അല്ലെങ്കിൽ ഓരോ ഭാരതീയൻ്റെയും ശാസ്ത്രബോധവും അതുപോലെ തന്നെ അവൻ്റെ സ്വപ്നങ്ങളും കൗതുകങ്ങളും എല്ലാം തന്നെ പുളകിതമായി മാറുന്ന ഒരു നിമിഷങ്ങളാണ് അല്പസമയത്തിനകം, സെക്കൻഡുകൾക്കകം ഇനി നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങൾക്ക് ഭാരതം കണ്ണു നട്ടിരുന്ന ഏറ്റവും ആഹ്ലാദകരമായ ദൃശ്യങ്ങൾക്കാണ് ഇനി സെക്കൻഡുകൾക്കകം നമ്മൾ സാക്ഷിയാവുക. ആ സാക്ഷിയാകുന്നതിനുള്ള ആഹ്ലാദത്തിൽ നമുക്ക് ഓരോ ഭാരതീയനും അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്കൻഡുകൾക്കകം ഇപ്പോൾ പെഗി വിറ്റ്സൺ പുറത്തു വന്നതുപോലെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികൻ, ഭാരതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് ചെലവഴിച്ച ബഹിരാകാശ യാത്രികൻ, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിലെത്തിയ യാത്രികൻ, അത്തരത്തിലുള്ള വിശേഷണങ്ങൾ അനവധിയുള്ള ഗവേഷണങ്ങൾ അനവധി നടത്തി ലോകത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അടുത്ത ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഊർജം പകരാനായി സ്വയം സമർപ്പിക്കപ്പെട്ട വലിയൊരു ജീവിതമാണ് ഇനി അല്പസമയത്തിനകം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം, 18 ദിവസത്തെ ദീർഘകാല ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം, അതായത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാലയളവ് ആണ് എങ്കിൽ കൂടി ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ അത്ഭുതങ്ങളെല്ലാം തന്നെ ഉള്ളിൽ
ഒളിപ്പിച്ച അനുഭവ സമ്പത്തുകളുടെ വലിയൊരു ഭണ്ഡാരമായ ഒരു വ്യക്തി ഇപ്പോൾ അല്പസമയത്തിനകം ഭാരതത്തിൻ്റെ അഭിമാനമായി അദ്ദേഹം ഇപ്പോൾ കപ്പലിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഏറ്റവും ആഹ്ലാദഭരിതമാകുന്നത് 84-ന് ശേഷം രണ്ടാമതൊരു ബഹിരാകാശ യാത്രികൻ ബഹിരാകാശത്തെത്തി, നമ്മൾ വീണ്ടും ബഹിരാകാശത്തെത്തിയിരിക്കുന്നു എന്ന് ആഹ്ലാദപൂർവ്വം ലോകത്തെ അറിയിച്ച ആ വലിയ മനുഷ്യൻ അല്പസമയത്തിനകം ഇപ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ആ ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തിയതിന് ശേഷം, ഭൂമിയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു, ഭൂമിയിലേക്ക് എത്തിയതിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ നിന്നും അദ്ദേഹം മാറിയപ്പോൾ അല്പസമയത്തിനകം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ചരിത്ര ദൗത്യമാണ് നടത്തിയതിന് ശേഷം ഭാരതത്തിൻ്റെ അഭിമാനമായ ശുഭാൻശു ശുക്ല ഇപ്പോൾ ബഹിരാകാശ പേടകത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബഹിരാകാശ പേടകത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്തേക്കെത്തി അദ്ദേഹത്തിന് നാട്ടുകാരോട് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരോടും ക്യാമറാമാനോടും കൈവീശി കാണിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചരിത്ര സംഭവമായ കുറെ കൂടി ഉന്മേഷവാനാണ് അദ്ദേഹം എന്നതാണ് ഏറെ കൗതുകകരമായൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ തോളത്തുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ത്രിവർണം തന്നെ ഭാരതത്തിൻ്റെ അഭിമാനമായി ഇപ്പോൾ നടന്നു പോയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം, അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാ മനുഷ്യരും കാത്തിരുന്ന ആ വലിയ സംഭവം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിൻ്റെ ബഹിരാകാശ യാത്രികൻ ബഹിരാകാശ പേടകത്തിൽ നിന്ന് പുറത്തു വന്ന് ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് പോയ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കാണുകയും ചെയ്തു. വിഷ്ണു, ഐസൻ, എന്തായാലും ഇതൊരു മനുഷ്യരാശിയുടെ തന്നെ വിജയമായി മാറുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു ബഹിരാകാശ നിലയത്തിൽ നിന്നും വന്ന ആ ഒരു പേടകം ഭൂമിയിലേക്ക് എത്തി അതിനകത്തുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നിർണായകമായ ഘട്ടം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയരടക്കം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം ഇപ്പോൾ കൺമുന്നിൽ കണ്ടതിൻ്റെ ആ ഒരു ആവേശം തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. ഓരോ ഭാരതീയനും ആ ഒരു നിമിഷത്തിൽ തന്നെയാണോ കാത്തിരുന്നത്. ഇപ്പോൾ അത് സാധ്യമായിരിക്കുന്നു. ഇനിയുള്ള ആ ഘട്ടങ്ങളും ഏറെ നിർണായകമാണ്. ഐസൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഈ പറയുന്നത് പോലെ അംഗങ്ങളെ ഇറക്കിയതിനു ശേഷം ഇവരെ ക്വാറന്റൈനിലേക്ക് മാറ്റണം, മറ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവരെ പരിശോധനകൾക്ക് വിധേയമാക്കും എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും ഇവരെ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധിയായ ഘടകങ്ങളുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, മനുഷ്യൻ്റെ ശരീരം അസ്ഥികളാലും അതുപോലെ തന്നെ മസിലുകളാലും എല്ലാം തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു സങ്കീർണമായ ഒരു സംവിധാനമാണ്, ഒരു അത്ഭുത യന്ത്രം തന്നെയാണ് മനുഷ്യൻ്റെ ശരീരം. അതുകൊണ്ട് തന്നെ അതിലെ നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട്. ആ മനുഷ്യ ശരീരത്തിൻ്റെ നിരവധിയായ പ്രവർത്തനങ്ങളെ കൃത്യമായും പുനഃസ്ഥാപിക്കേണ്ടത് ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അല്പസമയം മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ്, അല്ലെങ്കിൽ അരമണിക്കൂറിന് മുമ്പ്, 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് അവർ ഭൗമാന്തരീക്ഷത്തിലെത്തിയത്. ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ ആ ആകർഷണ വലയത്തിലെത്തിയിട്ട് 2 മണിക്കൂർ പോലും തികയാത്ത ആ ബഹിരാകാശ യാത്രികരാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ കണ്ട ശുഭാൻശു ശുക്ലയായാലും അത് പുറത്തിറങ്ങി വന്ന പെഗി ആയാലും അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 2 മണിക്കൂർ മാത്രം ഗുരുത്വാകർഷണ ബലത്തിൽ 18 ദിവസത്തെ ഒരു വാക്വത്തിന് ശേഷം 18 ദിവസം ഭൂമിയിൽ നിന്ന് മാറി നിന്ന് ഗുരുത്വാകർഷണ കേന്ദ്രമല്ലാത്ത ഒരു പ്രദേശത്ത് നിന്ന് ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അത്ഭുത സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, മനുഷ്യ ശരീരത്തിൽ പലതരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്. വെയിറ്റ് ബെയറിംഗ് ജോയിൻറ്റുകളുണ്ട്, വെയിറ്റ് ബെയർ ചെയ്യാത്ത അല്ലെങ്കിൽ ഭാരം ചുമക്കാത്ത ജോയിൻറ്റുകളുണ്ട്, ഭാരം എടുക്കുന്ന ജോയിൻറ്റുകളുണ്ട്. ഇപ്പോൾ 3ാമത്തെ ബഹിരാകാശ യാത്രികരും പുറത്തു വന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം 3ാമത്തെ ബഹിരാകാശ യാത്രികനും ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ബഹിരാകാശ യാത്രികൻ ആരെ എന്നത് സംബന്ധിച്ചൊരു ചെറിയൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അദ്ദേഹം പോളണ്ടിൻ്റെ ബഹിരാകാശ യാത്രികനാണോ അതോ ടൈബർ കബു ആണോ എന്ന് സംബന്ധിച്ച് ഒരു കൃത്യത വരേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടായത്. ഇപ്പോൾ 3ാമത്തെ ബഹിരാകാശ യാത്രികനും 4ാമത്തെ ബഹിരാകാശ യാത്രികനും അല്പസമയത്തിനകം പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ആ പുറത്തിറങ്ങുന്നതോടുകൂടി തന്നെ ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ നിർണായകമായ ഘട്ടം അവസാനിക്കുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തിയ ആ വ്യക്തിത്വം, അതായത് ശുഭാൻശു ശുക്ല, അതുപോലെ തന്നെ മറ്റ് നിരവധി പരീക്ഷണങ്ങൾ എല്ലാവർക്കും നടത്താനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവരെല്ലാം തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്. ആ തിരിച്ചെത്തിയവരെ ഓരോരുത്തരെയായി ഇപ്പോൾ തിരിച്ചെത്തിയ ഓരോരുത്തരെയുമായി ഇപ്പോൾ ക്വാറന്റൈനിലേക്ക് മാറ്റുകയാണ്. ഈ ക്വാറന്റൈനിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരം ചുമക്കുന്ന കാൽമുട്ടുകളെല്ലാം തന്നെ നിവർന്നു
നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാരം ചുമക്കുന്ന ജോയിൻറ്റുകളാണ്. അത് നട്ടലുകളും അതുപോലെ തന്നെയുള്ള കശേരുക്കളെല്ലാം തന്നെ ഭാരം ചുമക്കുന്ന ജോയിൻറ്റുകളാണ്. നേരെ തിരിച്ച് കൈകളുടെ, അതായത് ഭാരം ചുമക്കാതെ കൈകളിലൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഭാരം ചുമക്കാത്ത സന്ധികളാണ് കൈകളിലുണ്ടാവുക. ഈ രണ്ട് സന്ധികളും പ്രത്യേക തരത്തിലായിരിക്കും പ്രവർത്തിക്കുക. ഒന്ന് ഭാരം ചുമക്കുന്നതും ഭാരം ചുമക്കാത്തതുമായ അല്ലെങ്കിൽ വെയ്റ്റ് ബെയറിംഗ്, നോൺ വെയ്റ്റ് ബെയറിംഗ് ജോയിൻറ്റുകളാണ്. ഈ ജോയിൻറ്റുകൾ പലതരത്തിലായിരിക്കും ബഹിരാകാശ നിലയത്തിലും ബഹിരാകാശ ആ ഒരു ഗുരുത്വാകർഷണ ബലമില്ലാത്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിക്കുക. അത്തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങൾ ഓരോ ശരീര ഘടകങ്ങൾക്കും ഉണ്ടാകും. കണ്ണുകൾക്കുണ്ടാകും, അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയ്ക്കും ഹൃദയത്തിനും എല്ലാം തന്നെ വിവിധങ്ങളായ പ്രത്യേകതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രത്യേകതകളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മസിലുകളുടെ ഒരു കൃത്യത ഉറപ്പാക്കുന്നതിന്, ചലനത്തിൻ്റെ കൃത്യത ഉറപ്പാക്കുന്നതിനെല്ലാം തന്നെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ മണ്ഡലത്തിൽ ചലനത്തിൻ്റെ കൃത്യത ഉറപ്പാക്കുന്നതിനൊക്കെ തന്നെ കൃത്യമായ ചില നടപടികൾ ആവശ്യമുണ്ട്. ആ നടപടികളുടെ കൂടി ഭാഗമായുള്ള പരിശോധനകളും അതുപോലെ തന്നെ വ്യായാമങ്ങളുമാണ് നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ പേടകത്തിലെ 4ാമത്തെ യാത്രികനും പുറത്തിറങ്ങുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്കൻഡുകൾക്കകം 4ാമത്തെ യാത്രികനും പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ ബഹിരാകാശ യാത്രികരും പുറത്തു വന്നിരിക്കുന്നു, സുരക്ഷിതനായി പുറത്തു വന്നിരിക്കുന്നു. എല്ലാ ബഹിരാകാശ യാത്രികരും ഇന്ന് നേരത്തെ കണ്ടതുപോലെ വലിയ സാങ്കേതിക റിസ്കുകളൊന്നുമില്ലാതെ തന്നെ പുറത്തിറങ്ങാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബഹിരാകാശ യാത്രികരും പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യമായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ബഹിരാകാശ യാത്രികൻ കൈകൊണ്ട് കാണിക്കുന്ന ചിഹ്നം തന്നെ വെർസറ്റൈലായി അല്ലെങ്കിൽ വളരെ മനോഹരമായൊരു യാത്ര തീർന്നിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന് കൃത്യമായി നടക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി ഒരുക്കാനും അദ്ദേഹത്തിന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലെ 4 പേരും പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ബഹിരാകാശ പേടകത്തിലെ 4 പേരും പുറത്തു വന്നിരിക്കുന്നു. ശുഭാൻഷു ശുക്ല പുറത്തു വന്നിരിക്കുന്നു. അതിനുശേഷം ശുഭാൻഷു ശുക്ല പുറത്തു വന്നതിന് ശേഷം ബഹിരാകാശ പേടകത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ, അതായത് ചില സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടത്തേണ്ടതുണ്ട്. ആ സുരക്ഷാ സംവിധാനങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ബഹിരാകാശ പേടകത്തിൽ നിന്ന് ആക്സിയോം 4 ദൗത്യത്തിലെ എല്ലാവരും തന്നെ ബഹിരാകാശ പേടകത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞു. ബഹിരാകാശ പേടകത്തിൽ നിന്ന് പുറത്തു വന്നത് ശുഭാൻഷു ശുക്ല ഉൾപ്പെടെയുള്ള ചരിത്രം ഉൾപ്പെടെയുള്ളവരാണ്. ചരിത്രം രചിക്കപ്പെട്ടതിന് ശേഷമാണ് ശുഭാൻഷു ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത്. ലോകം കാത്തിരുന്ന, പ്രത്യേകിച്ച് ഭാരതത്തിലെ 142 കോടി ജനങ്ങളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ കാത്തിരുന്ന വലിയ ദൃശ്യങ്ങൾക്കാണ് നമ്മൾ അല്പസമയം മുമ്പ്, അതായത് സെക്കൻഡുകൾക്ക് മുമ്പ് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. വിഷ്ണു, യെസ്, അത് തന്നെയാണ് ശുഭയാത്ര. അങ്ങനെ ശുഭകരമായൊരു പര്യവസാനം എത്തി നിൽക്കുകയാണ്. ആക്സിയം 4 ദൗത്യം അങ്ങനെ ഭൂമിയിലേക്ക് വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ്. ശുഭാംശു ശുക്ല അടക്കമുള്ള സംഘം ഇപ്പോൾ കരയിലേക്ക് എത്തി. അവർ ക്വാറന്റീനിലേക്ക് മാറിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിർണായകമായ ഘട്ടം, ഏറ്റവും അവസാനത്തെ നിർണായകമായ ഘട്ടമായ ഈ പേടകത്തിൽ നിന്നുള്ള ദൗത്യ സംഘങ്ങളെ പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. 4 പേരും സുരക്ഷിതമായി അവർ ക്വാറന്റീൻ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഭാരതത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ള ശുഭാംശു ശുക്ല, അദ്ദേഹം വളരെയധികം വിജയത്തോടെ സന്തോഷത്തോടെ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് ആ ഒരു ഡ്രാഗൺ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും കൂടുതൽ നാൾ അദ്ദേഹം അവിടെ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചു. അതിന് പിന്നാലെയാണ് ഏകദേശം 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് ശുഭാംശു ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. ഭൂമിയിലേക്ക് പ്രവേശിച്ച ആ പേടകം അത് കൃത്യമായ നടപടികളിലൂടെ, ഘട്ടങ്ങളിലൂടെ കരയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയുള്ള നിർണായകമായ മറ്റ് ഘട്ടങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ശുഭാംശു അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണുക, അവരുടെ പ്രതികരണങ്ങൾ പുറത്തു വരിക. ഒപ്പം തന്നെ ഏറെ നിർണായകമായ കണ്ടെത്തലുകൾ, പരിശോധനകളൊക്കെ തന്നെയും നടത്തേണ്ടതുണ്ട്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം ബഹിരാകാശത്ത് നിലയത്ത് വെച്ച് നടത്തിയ പരീക്ഷണങ്ങൾ, അവയുടെ ഫലങ്ങൾ പുറത്തു വരണം. അവയുടെ കണ്ടെത്തലുകളൊക്കെ തന്നെയും ഭൂമിയിൽ ഇനി അറിയാൻ സാധിക്കണം. അത്തരത്തിലുള്ള ഇനിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇനിയുള്ള അടുത്ത ദൗത്യം ആക്സിയം 5 ഇനി എപ്പോഴായിരിക്കും, അത് സംബന്ധിച്ചുള്ള ഒരു കാത്തിരിപ്പുണ്ട്. എന്തായാലും ശുഭയാത്ര അങ്ങനെ മടങ്ങുമ്പോൾ പൂർണ്ണമായും ശുഭമായി തന്നെ അത് പര്യവസാനിക്കുമ്പോൾ ഇനി അടുത്ത ദൗത്യം, അതിനായുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇനി അടുത്ത ഘട്ടത്തിൽ ആരൊക്കെയാകും ബഹിരാകാശ നിലയത്തിലേക്ക് പോവുക, ഭാരതത്തിൽ നിന്ന് ആരെങ്കിലും ഉൾപ്പെടുമോ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അത്തരത്തിലുള്ള ആകാംക്ഷകൾ കൂടിയാണ് ഇനി ബാക്കിയാകുന്നത്. ഐസൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായൊരു ഘട്ടം പൂർത്തിയാകുമ്പോൾ ഇനിയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ തന്നെയും അത്തരത്തിലാണ്. ഇനി അടുത്ത ദൗത്യം ആരൊക്കെയാകും നയിക്കുക എന്നുള്ളൊരു കാര്യം.
തീർച്ചയായും ഇനിയുള്ള ദൗത്യങ്ങളിൽ, അതായത് തുടർന്നുള്ള ദൗത്യങ്ങളിലെല്ലാം തന്നെ ഭാരതീയരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ 4 ബഹിരാകാശ യാത്രികരെ നമ്മൾ കണ്ടെത്തിയിരുന്നു. ആ 4 ബഹിരാകാശ യാത്രികരിൽ അടുത്തയാൾ ഇനി അടുത്ത ദൗത്യത്തിലുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ശുഭാൻഷു ശുക്ല പുറത്തിറങ്ങിയ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പറയത്തക്ക ശാരീരിക പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം സുരക്ഷിതനായി പുറത്തിറങ്ങി വളരെ കൃത്യമായി എഴുന്നേറ്റ് നിന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എഴുന്നേറ്റ് നിന്നതിന് ശേഷം സുരക്ഷിതനായി അദ്ദേഹം നടന്നുപോയ ദൃശ്യങ്ങൾ, അദ്ദേഹം ക്യാമറയെ നോക്കി പുഞ്ചിരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തതിന് ശേഷം സുരക്ഷിതനായി അദ്ദേഹത്തിനെ കൊണ്ടുപോയ ദൃശ്യങ്ങളാണ് നമ്മൾ വീണ്ടും കണ്ടത്. സത്യത്തിൽ ഏറെ അഭിമാനകരമായൊരു നിമിഷം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം 26-ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ യാത്ര 26-ന് പലതവണ മാറ്റിവെക്കപ്പെട്ടതിന് ശേഷം പല സാങ്കേതിക പ്രശ്നങ്ങളാൽ മാറ്റിവെക്കപ്പെട്ടു. സാങ്കേതിക പ്രശ്നങ്ങൾ ആദ്യം കാലാവസ്ഥയുടെ പ്രതിസന്ധിയായെങ്കിൽ പിന്നീട് ഓക്സിജൻ കണ്ടെയ്നറിലെ ലീക്ക് എല്ലാം തന്നെ ഈ ദൗത്യത്തിൻ്റെ റോക്കറ്റിനെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചതിന് ശേഷം സുരക്ഷിതനായി അദ്ദേഹം ബഹിരാകാശത്തെത്തുകയും ബഹിരാകാശത്തെ അനുഭവങ്ങൾ ഭാരതീയരോട് സംവദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ ഇനി എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി 2 വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിലെ ഓരോ മനുഷ്യനെയും ആവേശഭരിതനാക്കുന്ന നിലപാടുകൾ അദ്ദേഹം അറിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ക്വാറന്റൈനിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം രണ്ടാമതായി ബഹിരാകാശ നിലയത്തിൽ നിന്ന് വന്ന പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. ആ രണ്ടാമതായി പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ക്വാറന്റൈൻ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ആ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സഹപാഠികളെല്ലാം തന്നെ ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഭാരതത്തിലെ ഓരോ മനുഷ്യനും ഇപ്പോൾ ഈ ഒരു വശത്ത് നമ്മൾ കാണുന്നത് ശുഭാൻഷു ശുക്ലയുടെ മടങ്ങിവരവാണെങ്കിൽ മറുവശത്ത് കാണുന്നത് അദ്ദേഹത്തെ ആഹ്ലാദാരവങ്ങളോടെ സ്വീകരിക്കുന്ന കുറേ മനുഷ്യരാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള കുറേ മനുഷ്യരുടെ ദൃശ്യങ്ങളുമാണ് ഇന്ന് ഭാരതത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൻ്റെ നായകനായി മാറിയിരിക്കുകയാണ് ശുഭാൻഷു ശുക്ല. 18 ദിവസത്തെ ദീർഘകാല ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ബഹിരാകാശ നിലയത്തിൽ നിന്നും അദ്ദേഹം തിരിച്ചെത്തിയതിന് ശേഷം സുരക്ഷിതനായി ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന ആ ഒരു സന്തോഷ വാർത്ത നമുക്ക് നൽകാൻ സാധിക്കുന്നു. അതിനു പുറമെ അദ്ദേഹം എത്തിയിരിക്കുന്നതിൻ്റെ ആഹ്ലാദാരവങ്ങൾ ഒരേ സമയം പങ്കുവയ്ക്കാനും സാധിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു പോവുകയാണ്. വിഷ്ണു.